My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെന്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 262 എപ്പിസോഡിൽ നമ്മൾ അസറ്റിക് ആസിഡ് എന്ന അധ്യായമാണ് പരിഗണിക്കുന്നത്. വളരെ ചെറിയൊരു അധ്യായമാണ്, കഷ്ടി ഒരു പേജേ ഉള്ളൂ. പക്ഷേ വളരെ അമൂല്യമായ ഒരു ഔഷധമാണിത്. അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാണെന്ന് പറഞ്ഞ പോലെ അധ്യായം ചെറുതാണെങ്കിലും ഔഷധത്തിൻ്റെ മൂല്യം ചെറുതല്ല. വളരെ ശക്തമായി, വളരെ ആഴത്തിൽ തലമുറകൾ കൈമാറി വന്ന പ്രശ്നങ്ങളെപ്പോലും നേരിടാൻ കെൽപ്പുള്ള ഒരു ഔഷധം. പാരമ്പര്യമായി കിട്ടിയ ക്ഷയരോഗത്തിൻ്റെ പ്രശ്നങ്ങൾ, വിളർച്ച, പ്രമേഹം, അങ്ങനെ നിരവധി രോഗാവസ്ഥകളിൽ ഇതിന് വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനമുണ്ട്. അത് കൂടാതെ എന്നെ കൂടുതലും ആകർഷിച്ചത് ഈ ഒരു ചെറിയ ലെക്ചറിൽ വരുന്ന പൊതുവെ ഹോമിയോപ്പതിയെക്കുറിച്ച്, അതിന് മെറ്റീരിയ മെഡിക്കയെക്കുറിച്ച് വരുന്ന ചില ഉൾക്കാഴ്ചകളാണ്. നമ്മളുടെ ഭക്ഷ്യവസ്തുക്കൾ, ഇപ്പോൾ അസറ്റിക് ആസിഡ് നിങ്ങൾക്കറിയാം, വിനഗർ, അത് സാധാരണ പാചകത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ അവസാനം കെന്റ് പറയുന്നുണ്ട്, ഈ ഭക്ഷ്യവസ്തുക്കളായി അബ്യൂസ് ചെയ്യപ്പെട്ട സാധനങ്ങളെ ഹോമിയോപ്പതിക്കലി നമ്മൾ പൊട്ടൻസൈസ് ചെയ്ത് ഉപയോഗിച്ചാൽ അതിൻ്റെ സ്കോപ്പ് എത്രത്തോളം വലുതാണെന്ന് പറയുന്നുണ്ട്. അമേരിക്കയുടെ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ പാശ്ചാത്യ നാടുകളുടെ ഒരു സാഹചര്യത്തിൽ കെന്റ് പറഞ്ഞതാണ്. നമ്മളെ കേരളത്തിലെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ എത്രയോ അധികം വസ്തുക്കൾ, ഇപ്പോൾ സുഗന്ധവ്യഞ്ജനങ്ങൾ, എരിവ്, പുളി, ഉപ്പ്, ഇതൊക്കെ മറ്റ് പാശ്ചാത്യ നാടുകളേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്ന, അത് കാലാവസ്ഥാപരമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം സാധനങ്ങളെയൊക്കെ എത്രത്തോളം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, കുറേയൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എങ്കിലും ഇനിയും അത്തരത്തിൽ ഔഷധങ്ങൾ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ഉൾക്കാഴ്ചകൾ. പിന്നെ പ്രമേഹത്തെക്കുറിച്ച് പറയാൻ നേരത്ത്, പ്രമേഹത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു? ഇന്നിപ്പോൾ പോയിട്ട് രക്തം പരിശോധിക്കുന്നു, അല്ലെങ്കിൽ മൂത്രം പരിശോധിക്കുന്നു. മൂത്രത്തിൽ പഞ്ചസാരയുടെ അംശം ഉള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയബറ്റീസിൻ്റെ എന്താണ് അതിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങൾ? അപ്പോൾ നിങ്ങൾക്കത് പഠിക്കുന്നതാണ്. പക്ഷേ പഠിക്കാത്ത ആളുകൾക്ക് പോയി, എന്നെപ്പോലുള്ള ആളുകൾക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, സംസാരിച്ചു കഴിഞ്ഞാൽ പ്രമേഹം, ഡയബറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാഴ്ചകൾ. അപ്പം അങ്ങനെ വളരെ വിലപ്പെട്ട കുറേ വിവരങ്ങൾ നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവസാനം നമുക്ക് പരിശോധിക്കാം. ദിസ് റെമഡി ഈസ് യൂസ്ഫുൾ ഇൻ കംപ്ലൈൻസ് ഓഫ് പെയിൽ സിക്ലി പീപ്പിൾ. അതാണ് എൻ്റെ പ്രഥമ ദൃഷ്ടിയാൽ എങ്ങനെ വിളറി കണ്ട ഒരു രോഗിയെപ്പോലെ ഇരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് അസറ്റിക് ആസിഡ് യോജിക്കുന്നതാകാം. നിരവധി ഔഷധങ്ങളിൽ അത്ര ഒരു ലുക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലുക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരാവുന്ന ഔഷധങ്ങളിലൊന്ന് അസറ്റിക് ആസിഡും ആയിരിക്കണം. പേഷ്യൻസ് യു ഹാവ് ബീൻ വീക്ക് ഫോർ മെനി ഇയേഴ്സ് ഹു ഹാവ് ഇൻഹെറിറ്റഡ് തൈസിസ്. വർഷങ്ങളായി വളരെ ക്ഷീണിതരായിരിക്കുന്ന വ്യക്തികൾ, എങ്ങനെ ക്ഷയരോഗം പാരമ്പര്യമായി കിട്ടിയവർ, ഇൻഹെറിറ്റഡ്. അപ്പോൾ ആ ഇൻഹെറിറ്റഡ് എന്നുള്ള വാക്ക് അത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് വന്നത്. അപ്പോൾ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു ഔഷധം അത് എത്രത്തോളം ആഴമുള്ളതായിരിക്കും, എത്രത്തോളം ശക്തമായിരിക്കും, അതിൻ്റെ ക്യൂറേറ്റീവ് പവർ, അല്ലെങ്കിൽ ഡിസീസ് കോസിങ് പവർ എത്രത്തോളം ശക്തമായിരിക്കും എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ വന്നത് തന്നെ. അതാണ് അസറ്റിക് ആസിഡിൻ്റെ ഒരു ശക്തി. അമീസിയേഷൻ, വീക്ക്നെസ്, അനീമിയ, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്, burning thirst and copious pale urine are a combination calling for acetic acid. കോമ്പിനേഷൻ, സാധാരണ ടോട്ടാലിറ്റി എന്ന് കെന്റ് ഉപയോഗിക്കുന്നൊരു പദം ഇവിടെ ഒരു കോമ്പിനേഷൻ എന്ന തരത്തിൽ മാറിയിരിക്കുന്നു. ഒരു കോമ്പിനേഷൻ, അസറ്റിക് ആസിഡിൻ്റെ ഒരു കോമ്പിനേഷൻ. ശരിക്കും പറഞ്ഞാൽ ഒരു ക്ഷയരോഗിയുടെ അല്ലെങ്കിൽ പ്രമേഹ രോഗിയുടെ ഒരു അവസ്ഥയുടെ ഒരു ചിത്രമാണ് ഈ കോമ്പിനേഷൻ നമുക്ക് തരുന്നത്. അങ്ങനെയാണ് ശോഷിച്ചത്, തളർച്ച തോന്നുന്നത്, വിളറിയത്, രക്തക്കുറവുള്ളത്, വിശപ്പില്ലാത്തത്, പൊള്ളുന്ന പോലത്തെ ദാഹം വന്നിട്ട് തൊണ്ട പൊള്ളുന്നു, വയറിരിയുന്നു, കോപ്പിയസ് പെയിൽ യൂറിൻ, പെയിൽ കളറിലുള്ള ഇളം മഞ്ഞ നിറത്തിലുള്ള മൂത്രം ധാരാളമായി പോകുന്നു. ഇത് ഒരു കോമ്പിനേഷനാണ്. ഈ കോമ്പിനേഷൻ അസറ്റിക് ആസിഡിനെ തേടുന്ന ഒരു കോമ്പിനേഷനാണ്. ഈ ഒരു കോമ്പിനേഷൻ, ഇതിൽ കൂടുതലുള്ള കോമ്പിനേഷൻ അതൊക്കെ മറ്റ് ഔഷധങ്ങളെയും തേടാം. പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ അസറ്റിക് ആസിഡിനേക്ക് കൂടുതൽ
നമ്മളെ ശ്രദ്ധ തിരിക്കുന്നതാണ്. സെൻസേഷൻ ഓഫ് ഹീറ്റ് വിത്ത് പൾസേഷൻ കമ്മിങ് ആൻഡ് ഗോയിങ് ലൈക്ക് ഓർഗാസംസ്, ക്ലോറോസിസ് ഇൻ യങ് ഗേൾസ്, ഡ്രോപ്സിക്കൽ കണ്ടീഷൻസ് ഇൻ ജനറൽ, ബാഡ് എഫക്ട്സ് ഫ്രം സ്റ്റിങ്സ് ആൻഡ് ബൈറ്റ്സ്. ഇനി ആ ചിത്രത്തെ കുറച്ചുകൂടി എൻ്റെ തെളിമയുള്ളതാക്കുകയാണ്. സെൻസേഷൻ ഓഫ് ഹീറ്റ് വിത്ത് പൾസേഷൻ കമ്മിങ് ആൻഡ് ഗോയിങ്. ഈ വിങ്ങലുകൾ ഇങ്ങനെ സെൻസേഷൻ ഇങ്ങനെ വിങ്ങുന്ന പോലെ തോന്നൽ വന്നും പോയി ഇരിക്കുന്നു. ചൂടിൻ്റെ ഒരു അനുഭവം അതിനോടൊപ്പമാണ്. ചൂടിൻ്റെ അനുഭവത്തോടൊപ്പം ഒരുതരം വിങ്ങുന്ന അനുഭവം വന്നും പോയിരിക്കുന്നു. ലൈക്ക് ഓർഗാസംസ്, രക്തം ഇരച്ചു കയറി ഉണ്ടാകുന്ന വിങ്ങൽ പോലെ. പെൺകുട്ടികൾ ഉണ്ടാകുന്ന വിളർച്ച, ഒരു ഒരു ഇളം മഞ്ഞ പച്ച നിറത്തിൽ ഉള്ള വിളർച്ച. ഇതൊരു ഫെയർ കോംപ്ലക്ഷനുള്ള ആളുകളിൽ ഇത് കാണുള്ളൂ. യൂറോപ്യൻസിൽ കാണുന്നതാണ്. നമ്മളുടെ ബ്രൗൺസിലും ഡാർക്ക് കോംപ്ലക്ഷനുള്ളവരിലും അത് കാണണമെന്നില്ല. എങ്കിലും വിളർച്ച തന്നെയാണ്. നമുക്ക് വളർച്ചയായിട്ട് എത്ര ഇരുണ്ട നിറമുള്ളവരാണെങ്കിലും വളർച്ച മനസ്സിലാകും. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ടെമ്പറേച്ചർ ടെമ്പറാമെൻറ്റിനെ കുറിച്ചൊക്കെ കാലാവസ്ഥാപരമായിട്ട് ചിന്തിക്കുന്നത് പോലെ ഇതിനെയും വർണ്ണ വ്യത്യാസം അനുസരിച്ചുകൊണ്ട് ക്ലോറോസിസ് എന്നുള്ള വാക്കിനെയും നിങ്ങളതിന് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളണം. അത് വെച്ച് വേണം പേഷ്യൻസിനെ കാണാൻ. ഡ്രോപ്സിക്കൽ കണ്ടീഷൻ ജനറൽ, പൊതുവെ ഒരു നീരുകെട്ടിയൊരു പ്രകൃതം, ആൾ ശോഷിച്ചാണ് പക്ഷേ നീർക്കെട്ടുള്ളൊരു പ്രകൃതം. ബാഡ് എഫക്ട്സ് ഫ്രം സ്റ്റിങ്സ് ആൻഡ് ബൈറ്റ്സ്, എന്തെങ്കിലും കീടങ്ങളുടെ വിഷപ്രാണികളുടെയോ ജന്തുക്കളുടെയൊക്കെ കുത്തുകൊണ്ടതോ അല്ലെങ്കിൽ കടികൊണ്ടതോ ആയിട്ടുള്ള ചരിത്രം, അതിൽ നിന്നുണ്ടാകുന്ന മോശമായ എഫക്ട്സ് ഹാവ് ബീൻ ക്യൂർഡ് ബൈ ദിസ് റെമഡി. ഇത്തരം കാര്യങ്ങൾ ഈ ഔഷധം കൊണ്ട്, അസിറ്റിക് ആസിഡ് കൊണ്ട് സുഖപ്പെടുത്തിയിട്ടുണ്ട്. വിനെഗർ ഈസ് ആൻ ഓൾഡ് റെമഡി ഫോർ ബാഡ് എഫക്ട്സ് ഫ്രം ക്ലോറോഫോം. ക്ലോറോഫോം എന്ന് വെച്ചാൽ അന്ന് മയക്കാൻ, ചെറിയ ശസ്ത്രക്രിയയ്ക്കും മറ്റുമൊക്കെ മയക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ക്ലോറോഫോം. ആ ക്ലോറോഫോം കഴിച്ച് അതിൻ്റെ ഡോസേജ് കൃത്യമായിട്ടല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ക്ലോറോഫോം നിങ്ങൾക്കറിയാം, അത് വായുവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പോയ്സണസ് എഫക്റ്റ് ഉണ്ടാകും, അതിൻ്റെ ബാഡ് എഫക്ട്സ് ഉണ്ടാകാം. അതിനുള്ള ഒരു പരമ്പരാഗത ഔഷധമായിട്ട് വിനെഗറിനെ ഉപയോഗിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു സൂചനയിൽ നിന്നും ക്ലോറോഫോമിൻ്റെ ബാഡ് എഫക്ട്സിന് നമുക്ക് പൊട്ടൻസൈസ്ഡ് ഫോമിൽ വിനെഗർ അല്ലെങ്കിൽ അസറ്റിക് ആസിഡ് ഉപയോഗിക്കാം. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ദ ഹെമറാജിക് കോൺസ്റ്റിപ്പേഷൻ. മലബന്ധമുണ്ട്, രക്തവാർച്ചയുണ്ട്. മലബന്ധം കൊണ്ട് അവിടെ മലദ്വാരത്തിൽ പൊട്ടലും കീറലൊക്കെ ഉണ്ടായി രക്തവാർച്ച വരുന്നു. ബ്ലീഡിങ് ഫ്രം വേരിയസ് മ്യൂക്കസ് മെംബ്രെയിൻസ്, നോസ്, സ്റ്റൊമക്, റക്ടം, ലങ്സ് ആൻഡ് ഫ്രം അൾസേഴ്സ്. അപ്പോൾ രക്തത്തിൽ നിന്ന് മാത്രമല്ല, എല്ലായിടത്തും മ്യൂക്കസ് മെംബ്രെയിനിൽ എല്ലായിടത്തു നിന്നും, മൂക്കിൽ നിന്നും വയറ്റിൽ നിന്നും ശ്വാസകോശങ്ങളിൽ നിന്ന് വ്രണങ്ങളിൽ നിന്നൊക്കെ രക്തവാർച്ചയുണ്ട്. സെൻസിറ്റീവ് ടു കോൾഡ്, തണുപ്പിനോട് വളരെ സംവേദനക്ഷമതയുണ്ട്. ചൂടിൻ്റെ അനുഭവത്തോടൊപ്പം പൾസേഷൻ നമ്മൾ കണ്ടു. അതേസമയം അങ്ങനെ രോഗി തണുപ്പിനോട് സെൻസിറ്റീവുമാണ്. കൺഫ്യൂഷൻ ഓഫ് മൈൻഡ്, ഡസ് നോട്ട് നോ ഹെയർ ഓൺ ചിൽഡ്രൻ, ഫോർഗെറ്റ്സ് വാട്ട് ഹാസ് റീസെൻ്റ്ലി ഹാപ്പൻഡ്. ഉണ്ടോ? മനസ്സിലാകിയ ആശയക്കുഴപ്പമാണ്. സ്വന്തം കുട്ടി, ഒരു അമ്മയെ സംബന്ധിച്ചോളം സ്വന്തം കുട്ടികളെ പോലും തിരിച്ചറിയുന്നില്ല. എത്രത്തോളം ആ സ്ത്രീ കൺഫ്യൂസ്ഡ് ആയെന്ന് നമ്മൾ ചിന്തിക്കണം. ഈ അടുത്ത് സംഭവിച്ച കാര്യങ്ങൾ മറന്നുപോയി, വളരെ റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മറന്നുപോയി. അറ്റാക്സ് ഓഫ് ആംഗ്യൂഷ്, സിവിയർ പെയിൻ. ഇപ്പം മെൻ്റൽ സിംപ്റ്റംസ് പറയുന്നുണ്ട്, ഒരു മെൻ്റൽ അഗ്നിയായിരിക്കും ഉദ്ദേശിക്കുന്നത്. മനസ്സിൻ്റെ വല്ലാതെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുടെ ഒരു അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കോൺസ്റ്റൻ്റ്ലി ബോറോസ് ട്രബിൾ, കുഴപ്പങ്ങളെ നമ്മൾ ചോദിച്ചു വാങ്ങുന്നു. പ്രശ്നങ്ങൾ എല്ലായിടത്തും എപ്പോഴും ഉണ്ടാകും. പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നടക്കുക എന്നുള്ളതാണ് നമ്മളൊരു സെയിൻ പേഴ്സണാലിറ്റിയുടെ ഒരു ലക്ഷണം. പക്ഷെ പ്രശ്നങ്ങളെ വിലക്ക് വാങ്ങുന്ന ആളുകൾ, വഴിയെ പോകുന്ന വയ്യാവിലി എടുത്ത് തുളത്തിടുക എന്ന് പറയില്ലേ, അങ്ങനെയുള്ള ആളുകൾ. തിങ്ക് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ചിന്ത, അകാരണമായ ചിന്ത, എന്തോ സംഭവിക്കാൻ പോകുന്നു. പീവിഷ്നസ്, കംപ്ലൈനിങ്, ഒരു ഇറിറ്റബിളായിട്ടുള്ള, എപ്പോഴും അസ്വസ്ഥമായിട്ടുള്ളൊരു പ്രകൃതം. പീവിഷ്നസ്, എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. ഏതിനെക്കുറിച്ചും ഒരു കാര്യം പറയാൻ ഉടനെ അതിനെക്കുറിച്ചൊരു പരാതിയായിരിക്കും പറയുന്നത്, നല്ല കാര്യങ്ങൾ പറയില്ല. ഫെയിൻറ്റിങ് സ്പെൽസ് ഇൻ വീക്ക് അനീമിക് സബ്ജക്ട്സ്, ക്ഷീണിതമായ ഒരു വീക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെ വീക്കായിട്ടുള്ള വിളർച്ചയുള്ള വ്യക്തികളിൽ
ഇടക്കിടക്ക് മൊഹാലസ്യം വരും, ബോധക്ഷയം പോലും വരും, ഹെഡ് ഏക്സ് തലവേദന വരും, ഫേസ് പെയിൽ ആൻഡ് വാക്സി, മുഖം ഇങ്ങനെ വിളറിയിട്ട് ഇങ്ങനെ വാക്സി ആയിട്ട് ഇങ്ങനെ മെഴുക് പോലെ, ഒരു തൊലി കണ്ടാൽ മെഴുക് പോലെ തോന്നും, മെഴുക് പ്രതിമ പോലെ, എപ്പിറ്റാക്സിസ് മുക്കിൽ നിന്ന് രക്തവാർച്ച, ഇനി ഒരു ശ്രദ്ധേയ ലക്ഷണം വൺ ചീക്ക് പെയിൽ ആൻഡ് അതർ റെഡ്, മുഖത്ത് ഒരു കവിള് വിളറിയിരിക്കുന്നു, മറ്റേത് ചുവന്ന് തൊടുതുമിരിക്കുന്നു. അങ്ങനത്തെ ഒരു ശ്രദ്ധേയമായൊരവസ്ഥ. ഡിഫ്തീരിയ ഇൻ ത്രോട്ട് ഓർ ലാരിങ്സ്, തൊണ്ടയിൽ അല്ലെങ്കിൽ സ്വനവയുടെ അകത്ത് ഡിഫ്തീരിയ, ആ സ്ഥലം ഡിഫ്തീരിയ സ്ഥലം തൊണ്ടയിൽ സാധാരണ വരുന്നു, ഇവിടെ സ്വനവയുടെ അകത്തോട് ചേർന്ന് വരുന്നു. അതിനാണ് ഇവിടെ കൂടുതൽ അസിറ്റിക് ആസിഡ് പ്രാമുഖ്യം. അൺകൊഞ്ചബിൾ തേഴ്സ്റ്റ്, എത്ര കുടിച്ചാലും ദാഹം മാറുന്നില്ല. സെൻസിറ്റീവ് സ്റ്റൊമക്ക്, ഉദരം വല്ലാതെ സെൻസിറ്റീവാണ്. വൊമിറ്റിംഗ് ബ്ലഡ്, രക്തം ഛർദ്ദിക്കുന്നു. ഞാൻ ഇതിൻ്റെ ഒരു പ്രയോഗം ആദ്യം കാണുന്നത് എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഷെണായിയുടെ അടുത്ത് ഒരു സ്ത്രീ രക്തം ഛർദ്ദിച്ചൊരു കേസുമായിട്ട് വന്നു. ഞാനും കൂടെ ഇവിടെ ഇരിക്കുമ്പോഴാണ് വന്നത്. അപ്പോൾ അവൻ പോയി കേസ് എടുത്തു. പിന്നീട് ഞങ്ങളിങ്ങനെ കേസിനെ കുറിച്ച് സംസാരിക്കും, പ്രാക്ടീസിൻ്റെ തുടക്കത്തിലാണ്. ചോദിച്ചു കേസ് കൃത്യമായിട്ട്. അപ്പോൾ ഞാൻ ആ സ്ത്രീയെ കണ്ടു. ഈ അസിറ്റിക് ആസിഡിൻ്റെ ഒരു ലക്ഷണം അവരിലുണ്ട്, അസിറ്റിക് ആസിഡാണ് കൊടുത്തത്. പിന്നീട് ഞാനത് ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് ആ പേഷ്യൻ്റ് വന്നില്ല എങ്കിലും ഞാൻ അവരുടെ ഫാമിലി എനിക്ക് അറിയാം. അന്വേഷിച്ചപ്പോഴേക്കും ഒരു 1-2 വർഷം, ഒരു 3 വർഷം കഴിഞ്ഞൊക്കെ ഞാൻ അന്വേഷിച്ചു. അവർക്ക് പിന്നീട് അങ്ങനെ രക്തം ഛർദ്ദിക്കലോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും അവർക്ക് വന്നിട്ടില്ല. കുറച്ച് പ്രായമുള്ള സ്ത്രീയായിരുന്നു. ആൻഡ് ഓൾ ഫുഡ് ടേക്കൻ, രക്തം മാത്രമല്ല കാഴ്ച ആഹാരം മുഴുവൻ ഛർദ്ദിച്ചു പോവും. അൾസറേഷൻ ഓഫ് സ്റ്റൊമക്ക്, ഉദരത്തിൽ വ്രണങ്ങൾ. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ രക്തം ഛർദ്ദിക്കുക എന്നൊക്കെ നമുക്ക് പേടി തോന്നുമല്ലോ. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ഡോക്ടർ ഷെണായി പറഞ്ഞത് അത് അവർക്ക് വയറിൽ അൾസർ കാണും. അപ്പോൾ അസിറ്റിക് ആസിഡ് എടുത്ത് നോക്കിയപ്പോഴേക്കും അങ്ങനെ ഉണ്ട്. എന്നെപ്പോലെ ബയോളജി പഠിക്കാത്ത ലേറ്റ് പീപ്പിളിന് അതൊരു അറിവാണ്. രക്തം ഛർദ്ദിക്കുന്നത് അത്ര മാരകമായൊരു പ്രശ്നമൊന്നുമല്ല, വയറിലെ വ്രണങ്ങൾ കൊണ്ട് ഉണ്ടാകാം. ഹോട്ട് സോർ ഇറക്റ്റേഷൻസ്, ചൂടുള്ള ചവർപ്പുള്ള ദ്രാവകം പൊളിച്ചത് കെട്ടി വരും. ഫ്രോത്തി വൊമിറ്റിംഗ്, ഛർദ്ദിക്കുമ്പോൾ പത ഛർദ്ദിക്കുന്നു. നോവിങ് പെയിൻ, ഡിസ്റ്റൻഷൻ ഓഫ് സ്റ്റൊമക്ക് വിത്ത് എ കോൺസ്റ്റന്റ് കൊമോഷൻ, ബേണിംഗ് ഇൻ സ്റ്റൊമക്ക് ആൻഡ് അബ്ഡമൻ, അമീലർ ബൈ ലൈയിങ് ഓൺ ദ സ്റ്റൊമക്ക്. വയറുമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ ശ്രദ്ധേയമാണ്, വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. കടിച്ചു പറിച്ചെടുക്കുന്ന പോലുള്ള വേദന, ചില ആളുകളാണ് കൃത്യമായിട്ട് പറയും, കടിച്ചു പറിച്ചെടുക്കുന്ന വേദന. ഒരു പെർസിസ്റ്റൻ്റ് ഡൾ പെയിൻ, നോവിങ് പെയിൻ അങ്ങനത്തെയാണ്, സ്ഥിരമായിട്ട് നിൽക്കും. ചിലപ്പോൾ അത് വല്ലാതെ രൂക്ഷമാണെന്നില്ല, ചിലപ്പോൾ രൂക്ഷമാകാം, വന്നും പോയിരിക്കാം. അതാണ് ഈ നോവിങ് പെയിൻ. വയറ് വീർത്ത് കെട്ടിയിരിക്കുന്നു വിത്ത് കോൺസ്റ്റന്റ് കൊമോഷൻ, വീർത്ത് കെട്ടിയിരിക്കുന്നു, ഒപ്പം തന്നെ വയറിലാകെ വല്ലാതെ സംഭ്രമം എന്നൊക്കെ പറയില്ലേ, ഇരമ്പൽ, ഒച്ചപ്പാടുകൾ ഒക്കെ, അങ്ങനെ ഒരു കൊമോഷൻ, ആകപ്പാടെ കുഴഞ്ഞു പറഞ്ഞൊരവസ്ഥ വയറ്റിൽ. അത് സുസ്ഥിരമായിട്ട് നിൽക്കും, കോൺസ്റ്റൻ്റാണ്. വയറിൽ പൊള്ളുന്ന അനുഭവം, അടിവയറിലും പൊള്ളുന്ന അനുഭവം. ഇനി എൻ്റെ ഒരു മൊഡാലിറ്റി ഇതാണ്, വയറമർന്ന് കമിഴ്ന്ന് കിടന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് ശമനമുണ്ട്. അതാണ് അതിൻ്റെ ഒരു മൊഡാലിറ്റി. ഇൻ ദ അബ്ഡോമൻ ദർ ഇസ് ഗ്രേറ്റ് പെയിൻ, ഡിസ്റ്റൻഷൻ, ഫ്ലാറ്റ്ലൻസ് ഓർ ഡ്രോപ്സി, സോർ ടു ടച്ച്, ഡയറിയ, തിൻ, ബ്ലഡി ഓർ പ്യൂർ ബ്ലഡ്, പ്രൊഫ്യൂസ് ബ്ലീഡിംഗ് ഫ്രം പൈൽസ്, ക്രോണിക് ഡയറിയ. വയറിൻ്റെ പ്രശ്നങ്ങൾ വീണ്ടും കിടക്കുന്നു. അടിവയറ്റിൽ വല്ലാത്ത വേദന, വീർത്ത് കെട്ടിയ അവസ്ഥ, വായു ഒന്ന് വീർത്ത് കെട്ടാം, ഈ വായു കീഴ്വായുവായിട്ട് പോകാം, അല്ലെങ്കിൽ വയറിൽ വെള്ളം കെട്ടിയ പോലെ, നീര് വന്ന് കെട്ടിയ പോലെ ചീർത്തിരിക്കാം. സോഫ്റ്റ് ടച്ച്, സ്പർശിക്കാൻ നേരത്ത് നൊമ്പരം, വേദന, വയറിളക്കം. വയറിളക്കം എങ്ങനെയാകാം? നേർത്ത മലം പോകാം, രക്തം കലർന്നു പോകാം, രക്തം മാത്രം വയറ്റിൽ നിന്ന് പോകാം, അങ്ങനെയും ഡയറിയ ഉണ്ടാകാം. പൈൽസ് വന്നിട്ട് അതിൽ നിന്ന് വല്ലാതെ രക്തവാർച്ച. സ്ഥായിയായ വയറിളക്കം ഈ അസിറ്റിക് ആസിഡ് രോഗിയുടെ ഒരു സ്ഥായിയായ പ്രശ്നമാണ്. വീക്ക്നെസ് ഓഫ് ലാരിങ്സ്, കോപ്പീസ് വാട്ടറി യൂറിൻ, ഇനി മൂത്രമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അവിടെയാണ് ഈ പ്രമേഹം വരുന്നത്. വെറുതെ പച്ചവെള്ളം പോലെ മൂത്രം ധാരാളമായി പോകുന്നു. ക്യൂർ ഡയബറ്റീസിനെ ഇത് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഡയബറ്റീസ്? വിത്ത് ഷുഗർ ഇൻ ദ യൂറിൻ ഓർ വിത്തൗട്ട്. ഡയബറ്റീസ് ഉണ്ട്, മൂത്രത്തിൽ പഞ്ചസാരയുടെ അളവ് ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ഇനി അതിൻ്റെ ലക്ഷണങ്ങളാണ് പറയുന്നത്. വെർ ദർ ഈസ് ഗ്രേറ്റ് തേഴ്സ്റ്റ് 1, വീക്ക്നെസ് 2, പാലർ 3, ലോസ് ഓഫ് ഫ്ലഷ് 4.
4 പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് കെന്റ് പറയുന്നത്. വല്ലാതെ ദാഹം, ക്ഷീണം, ആകെ വിളറിയ തളർന്ന അവസ്ഥ, മാംസം നഷ്ടപ്പെട്ട് ക്ഷീണിച്ചു വരുന്നൊരവസ്ഥ. ഇതാണ് ഡയബറ്റീസിൻ്റെ ലക്ഷണങ്ങളായിട്ട് കെന്റ് പറയുന്നത്. മൊത്തത്തിൽ പഞ്ചസാര ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. വീക്ക്നെസ് വിത്ത് സെമിനൽ ലോസസ്, റിലാക്സ്ഡ് ജെനിറ്റൽസ് ആൻഡ് സോളൻ ഫീറ്റ്. ഇനി ഇവിടെ സെക്ഷൽ കാര്യങ്ങളാണ് പറയുന്നത്. ലൈംഗികമായ ക്ഷീണമുണ്ട്, ശുക്ലം നഷ്ടപ്പെട്ടു പോകുന്നു, അറിയാതെ പോകാം, ജെനിറ്റൽസ് റിലാക്സ്ഡ് ആകുന്നു, വേണ്ടത്ര പീനിസിന് വേണ്ടത്ര ഇറക്ഷൻ കിട്ടുന്നില്ല. അതിനോടൊപ്പം കാലിൽ നീർക്കെട്ട്. കിഡ്നിയും ഇവിടെ ഇൻവോൾവ് ആണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി യൂട്രൈൻ ഹെമറേജ് സ്ത്രീകളെ സംബന്ധിച്ചോളം മൂത്രാശയത്തിൽ നിന്നും രക്തവാർച്ച, കോപ്പിയസ് മെൻസസ്, ആർത്തവകാലത്ത് വല്ലാതെ അമിതമായ രക്തസ്രാവം, ഇനി അല്ലെങ്കിൽ അങ്ങനെ ആവാം, അല്ലെങ്കിൽ വാട്ടറി മെൻസ്ട്രൽ ഫ്ലോ, വെള്ളം പോലെ മെൻസ്ട്രൽ ഫ്ലോ വരുന്നു. സ്കാൻഡി മെൻസസ്, ആർത്തവത്തിൽ രക്തവാർച്ച വളരെ കുറവ്, വിത്ത് ക്ലോറോസിസ്, ഒപ്പം ആ സ്ത്രീ വല്ലാതെ വിളറിയിരിക്കുന്നൊരവസ്ഥയും. ഇനി നേരത്തെ ലാരിങ്സുമായിട്ട് ബന്ധപ്പെട്ട ഡിഫ്തീരിയയുടെ കാര്യം പറഞ്ഞിട്ട് തുടർച്ചയായിട്ട് ഇതിനെ വായിക്കാം. വീക്ക്നെസ് ഓഫ് ലാരിങ്സ്, സുനവേടകത്തിൽ ക്ഷീണമുണ്ട്, ക്രോപ്പ്, ഡിഫ്തീരിയ വരുന്നുണ്ട് അസിറ്റിക് ആസിഡിൽ. ഇറ്റ് ഹാസ് ക്യൂർഡ് മെനി കേസസ് ഓഫ് ലാരിഞ്ചീരിയൽ ഡിഫ്തീരിയ. ലാരിങ്സുമായിട്ട് ബന്ധപ്പെട്ട ഡിഫ്തീരിയയുടെ നിരവധി രോഗാവസ്ഥകളിൽ, നിരവധി രോഗികളിൽ അസിറ്റിക് ആസിഡ് സൗഖ്യം, ശമനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹോഴ്സ്നെസ്, അവിടെ ശബ്ദം ആകെ പതറി പാറിയിരിക്കുന്നു. വിത്ത് പെയിൽ മ്യൂക്കസ് മെംബ്രെയിൻ, ആ മ്യൂക്കസ് മെംബ്രെയിൻ ഒരു വിളറിയ നിറത്തിലുള്ള മ്യൂക്കസ് മെംബ്രെയിനാണ്. ക്രോണിക് ഡ്രൈ ഹോക്കിംഗ് കോഫ് ഇൻ സിക്ലി പെയിൽ പേഴ്സൺ, രോഗികളായിരിക്കുന്ന വിളറിയിരിക്കുന്ന വ്യക്തികൾ, അസിറ്റിക് ആസിഡിൻ്റെ ഒരു പൊതു അവസ്ഥ. അവരിൽ സ്ഥായിയായിട്ടുള്ള വരണ്ട, ആളെ പിടിച്ച് ഉലയ്ക്കുന്ന തരത്തിലുള്ള ചുമ, വരണ്ട ചുമ. ക്ഷയരോഗത്തിന്റെ പാരമ്പര്യം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. സച്ച് ആസ് ഹാവ് ഇൻഹെറിറ്റഡ് തൈസ് ഉണ്ടോ, ക്ഷയരോഗം പാരമ്പര്യമായി കിട്ടിയവരുണ്ടാകുന്നത് പോലെ. വിത്ത് എഡീമ ഓഫ് എക്സ്ട്രീമിറ്റീസ്, കൈകാലുകളിൽ അതിൻ്റെ അഗ്രങ്ങളിലൊക്കെ നീർക്കെട്ട്. ഡയറിയ ആൻഡ് ഡിസ്നിയ, വയറിളക്കവും ശ്വാസം മുട്ടും, അല്ലെങ്കിൽ നൈറ്റ് സ്വെറ്റ്സ്, അല്ലെങ്കിൽ രാത്രി വിയർക്കൽ. രാത്രി വിയർക്കലും രാപ്പനി എന്നൊക്കെ പറയുന്നത് ക്ഷയരോഗത്തിന് ലക്ഷണങ്ങളായി പണ്ടുകാലത്ത് പറയുന്ന കാര്യങ്ങളാണ്. ഹെമറേജ് ഫ്രം ദ ലങ്സ്, ശ്വാസകോശത്തിൽ നിന്നും രക്തവാർച്ച. ബേണിംഗ് ഇൻ ചെസ്റ്റ് ആൻഡ് സ്റ്റൊമക്ക്, നെഞ്ചിലും വയറിലും എരിച്ചില്, പൊള്ളല്. റാറ്റ്ലിംഗ് ഇൻ ചെസ്റ്റ്, നെഞ്ചില് കുറുകല്. ക്രോണിക് ബ്രോങ്കൈറ്റിസ്, സ്ഥായിയായ ബ്രോങ്കൈറ്റിസ്. വീക്ക്നെസ് ആൻഡ് ലെയിംനെസ് ഇൻ എക്സ്ട്രീമിറ്റീസ് വിത്ത് സ്വെല്ലിംഗ്, റൊമാറ്റിക് ഓർ എഡിമാറ്റസ്. ഡ്രോപ്സി ഓഫ് ലിംസ് വിത്ത് ഡയറിയ, അവിടെയും ഡയറിയോട് കൂടി കൈകാലുകളിൽ തളർച്ച, കൈകാൽ ശോഷിച്ചു പോകുന്നു, ശോഷിച്ച കാലുകളിൽ നീർക്കെട്ടുണ്ടാകുന്നു. അത് റൊമാറ്റിക് ആവാം, അല്ലെങ്കിൽ വെറുതെ നീർക്കെട്ടിയ അവസ്ഥയിലാകാം. ലിംസിൽ നീര് വന്ന് വീർത്തിരിക്കുന്നൊരവസ്ഥ, ഒപ്പം വയറിളക്കവും. ഇതൊക്കെ ക്ഷയരോഗികളിലും വൃക്കരോഗികളിലുമൊക്കെ, ക്ഷയരോഗി വൃക്കരോഗി എന്നുള്ള ശരിയായ പ്രയോഗമല്ല, അങ്ങനെ സമൂഹത്തിൽ പറയപ്പെടുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമാണ്. പക്ഷേ ഇവിടെ ഒരു അസിറ്റിക് ആസിഡിന്റെ സൂചന ഇവിടെ എല്ലായിടത്തും വിത്ത് ഡയറിയ, എല്ലായിടത്തും വയറിളക്കം ഇവിടെ ചേർന്ന് വരുന്നുണ്ട്. ഇനി പൊതുവായ ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇറ്റ്സ് എ ഡീപ്പ് ആക്ടിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി. ചെറിയ ലെക്ചറാണ്, ഒരു പേജേ ഉള്ളൂ, ഒറ്റ എപ്പിസോഡിൽ തീരും എന്ന് വെച്ചുകൊണ്ട് ഇത് നിസ്സാരമാണെന്ന് കരുതണ്ട. ആഴത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥായിയായിട്ടുള്ള മനുഷ്യൻ്റെ, രോഗിയുടെ ആ പ്രകൃതത്തെ തന്നെ മാറ്റി തീർക്കാൻ കെൽപ്പുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയാണ്. ആൻഡ് വെൻ വെൽ സ്റ്റഡീഡ് വിൽ ബി വെരി യൂസ്ഫുൾ. എപ്പോഴാണത് ഉപയോഗപ്രദമാകുന്നത്? വെറുതെ അങ്ങാട് ഒരു ക്ഷീണിച്ച രോഗി, ക്ഷയരോഗിയെ പോലെ തോന്നുന്ന രോഗി, ക്ഷയരോഗിയുടെ പാരമ്പര്യം, പ്രമേഹമുണ്ടെന്ന് തോന്നുന്നു, ഇതൊക്കെ വെച്ച് വെറുതെ കൊടുക്കുമ്പോഴല്ല, നന്നായി പഠിച്ച്, കേസ് വളരെ നന്നായി പഠിച്ച് സിമിലിമമാണെന്ന് ഉറപ്പാക്കി, സ്ട്രോങ് ജനറൽസും കൃത്യമായ മൊഡാലിറ്റീസും ഉണ്ടെന്ന് ബോധ്യപ്പെട്ട ശേഷം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ വ്യക്തിയുടെ പ്രകൃതത്തെ തന്നെ, അയാളുടെ പാരമ്പര്യ പ്രശ്നങ്ങളെ തന്നെ അത് മാറ്റിക്കളയും, സൗഖ്യത്തിലേക്ക് നയിക്കും. ഇനി ഒരു പൊതു സൂചന, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ടൈസ പറഞ്ഞിരിക്കുന്നത്, ഓൾ സബ്സ്റ്റൻസസ് അബ്യൂസ്ഡ് ആസ് ഫുഡ് ബിക്കം ഗ്രേറ്റ് റെമഡീസ്. ആഹാരം എന്ന നിലയിൽ അനാവശ്യമായിട്ട് ഉപയോഗിച്ച വസ്തുക്കൾ ഹോമിയോപ്പതിയിൽ നമുക്ക്
മഹത്തായ ഔഷധങ്ങളായി മാറ്റാം. കാരണം എന്താണ്, ഞാൻ ഈ നാച്ചുറോപ്പതി പഠിക്കുന്ന കാലത്ത് ഉപ്പിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള നിരവധി പേരുടെ, നാച്ചുറോപ്പതിയും വാസ്തവത്തിൽ ഒരു അമേരിക്കൻ സിസ്റ്റമാണത്. നമ്മൾ പലരും വിചാരിക്കും ഇന്ത്യൻ രീതിയാണെന്നൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നുമല്ല. അമേരിക്കൻ സയൻറ്റിസ്റ്റുകളാണ്, ഹെൽത്ത് സയൻറ്റിസ്റ്റുകളാണ് നാച്ചുറോപ്പതിയെ ഡെവലപ്പ് ചെയ്തത്. ഒരു ഉപ്പിൻ്റെ ഉപയോഗത്തെ ഇത് പറയുന്നുണ്ട്. ഈ രുചിയോടുള്ള മനുഷ്യൻ്റെ അമിതമായ ആഗ്രഹം തന്നെ ഒരു സിക്കാണ്, ഒരു നോർമലല്ല. നോർമലായിട്ടൊരു മനുഷ്യന് ആഹാരയോഗ്യമായ വസ്തുക്കൾ രുചിയോടെ കഴിക്കാൻ പറ്റും. പക്ഷേ അവൻ്റെ വയറ് കുഴപ്പത്തിലാണ്, അവൻ്റെ അപ്പിറ്റേറ്റ് കുഴപ്പത്തിലാണെങ്കിൽ ആ കുഴപ്പത്തെ പരിഹരിക്കാൻ അവൻ ഉപ്പ് ഉപയോഗിക്കും. അതാണ് ഉപ്പിനോടുള്ള ക്രേവിങ് കൊണ്ടാണ് ഈ മനുഷ്യർ ഇത്തരം സാധനങ്ങൾ ചേർത്ത്, ഉപ്പ് ചേർത്ത് വീണ്ടും വീണ്ടും ചേർത്തൊക്കെ തിന്നുന്നത്. അങ്ങനെ അവർ സിക്കായി മാറുന്നു. അപ്പം ഇത്തരം സാധനം, അതേപോലെ മസാലകൾ, എരിവ്, അമിതമായി എരിവ് ചേർക്കുന്ന, പക്ഷേ ദക്ഷിണേന്ത്യയിൽ കേരളം, ആന്ധ്ര, തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എരിവിൻ്റെ അമിതമായ ഉപയോഗം, പുളിയുടെ അമിതമായ ഉപയോഗം, ഇതൊന്നും വാസ്തവത്തിൽ മനുഷ്യൻ്റെ സ്വാഭാവിക ഭക്ഷണത്തിൽപ്പെട്ട കാര്യങ്ങളല്ല. രുചി എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി, രുചി എന്ന് തോന്നൽ തന്നെ സിക്നെസ്സിൻ്റെ ഒരു സൂചനയാണ്. നോർമലായിട്ടുള്ള ആൾക്ക് അങ്ങനെ രുചി ഒരു പ്രധാന ഘടകമല്ല. വിശപ്പ് തോന്നുമ്പോൾ സ്വാഭാവികമായ ഭക്ഷണങ്ങൾ കഴിച്ചാൽ രുചിയോടെ കഴിക്കാൻ സാധിക്കും. രുചിയോടെ കഴിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് സിക്നെസ്സാണ്. അവരാണ് രുചി ഉണ്ടാക്കാൻ വേണ്ടി ഉപ്പും മസാലയും പുളിയും എരിവും എല്ലാം ചേർക്കുന്നത്. അപ്പം ഇങ്ങനെ ചേർക്കുന്ന സാധനങ്ങൾ, ആ ചേർക്കുന്ന പ്രക്രിയയാണ് കെൻഡിയുടെ പറയുന്നത് അബ്യൂസ്ഡ് ആസ് ഫുഡ്. ഇതൊക്കെ മനുഷ്യൻ രോഗികളാക്കുന്ന സാധനങ്ങളാണ്. ഈ സാധനങ്ങൾ ഡിസീസ് കോസിങ് ഏജൻസ് ആയതുകൊണ്ട് തന്നെ ഹോമിയോപ്പതിക്കലി അതിനെ പൊട്ടൻസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഹീലിംഗ് ഏജൻസായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണ് പിന്നെ തുടർന്ന് പറയുന്നുണ്ട്, സച്ചാസ് വിനെഗർ, അസിറ്റിക് ആസിഡ്, കോഫി, കോമൺ സോൾട്ട്, നാട്രമ്യൂർ, കോഫിയ, ഇങ്ങനെയുള്ള സാധനങ്ങൾ. കാപ്പി കുടിച്ചില്ലെങ്കിലും മനുഷ്യൻ ജീവിക്കാൻ. കാപ്പി കൊണ്ട് പ്രത്യേകിച്ച് പോഷകങ്ങളും കിട്ടാനൊന്നുമില്ല. അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ കഴിക്കുന്നത് രുചിയുണ്ടാക്കാനും ഉണർവുണ്ടാക്കാനും സ്റ്റിമുലേഷനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇത്തരം ഇങ്ങനെ അബ്യൂസ് ചെയ്യപ്പെടരുത്. ഒരു മിതമായ രീതിയിൽ കുഴപ്പമില്ല, അമിതമാകുമ്പോൾ അതൊക്കെ കുഴപ്പകാരികളാകും. അതുകൊണ്ട് തന്നെ ഈ വസ്തുക്കളെ ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അവയെല്ലാം മഹത്തായ ഔഷധങ്ങളായി മാറും. അസിറ്റിക് ആസിഡ് നമ്മളിപ്പോൾ കണ്ടു, കോഫിയ നിങ്ങൾക്കറിയാം, നാട്രമ്യൂർ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നാട്രമ്യൂറിൻ്റെയൊക്കെ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം മനുഷ്യനെ രോഗകാരിയാക്കുന്ന അബ്യൂസ്ഡ് ഫുഡ് ഐറ്റംസാണ്. അപ്പോൾ അതാണ് എൻ്റെ കാര്യം. ഇവിടെ ഞാൻ പറഞ്ഞത്, നമുക്ക് ഇതേപോലെ പാശ്ചാത്യരുടെ ശ്രദ്ധയിൽപ്പെടാത്ത പല കാര്യങ്ങളും ഇവിടെ നമുക്കുണ്ടാകാൻ, ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളുടെ സസ്യങ്ങൾ, സസ്യസമ്പത്ത്, യൂറോപ്പിനൊക്കെ അസൂയ ഉണ്ടാക്കുന്ന സസ്യസമ്പത്താണ് ഇവിടെ ഉള്ളത്. ഡച്ചുകാർ ഇവിടെ വന്നു, കൊച്ചിയിൽ കേന്ദ്രമാക്കി അവർ ഭരണം നടത്തി. ഡച്ചുകാരാണ് അവിടെ തോട്ടം ഉണ്ടാക്കിയത്. അത് ബൊട്ടാണിസ്റ്റുകളാണ് അവർ. കേരളത്തിൻ്റെ പ്രകൃതിയും കാലാവസ്ഥയും മറ്റുമൊക്കെ കണ്ടിട്ട് അവർ അങ്ങനെ തോപ്പുംപടി, അവരുടെ ഡച്ചുകാരുണ്ടാക്കിയ തോട്ടത്തിൻ്റെ കവാടം എന്ന് പറഞ്ഞുകൊണ്ട് തോപ്പുംപടി എന്ന് പറയുന്നൊരു പട്ടണം തന്നെ, ഞങ്ങളുടെയൊക്കെ നാട്ടിലേക്കുള്ള കവാടമാണ്, ഒരു സ്ഥലം തന്നെയുണ്ട്. ഡച്ച് ഭരണകാലത്ത് ഉണ്ടാക്കിയതാണ്. ഹോർത്തൂസ് മലബാറിക്യൂസ് എന്ന് പറയുന്ന കേരളത്തിലെ സസ്യസമ്പത്തിനേക്കുള്ള പുസ്തകം ഡച്ചുകാരുടെ പ്രോത്സാഹനം കൊണ്ടുണ്ടായ ഒരു സാധനമാണത്. അപ്പോൾ അവരൊക്കെ ഇവിടെ വന്ന് ഇവിടെ സസ്യസമ്പത്ത് കണ്ടവർ അത്ഭുതപ്പെട്ടു പോയി. അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല ആ സാധനങ്ങളൊന്നും. പ്രത്യേകിച്ചും വിൻ്റർ വരാൻ ഇതെല്ലാം പോകും. അപ്പോൾ അത്തരം സസ്യസമ്പത്തുകളെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഹിമാലയത്തിൽ പോയപ്പോൾ എന്നെ വല്ലാതെ ചൊറിച്ചിലുണ്ടാക്കിയ, പൊള്ളലുണ്ടാക്കിയ ഒരു സസ്യം വെറുതെ തൊട്ടേ ഉള്ളൂ. അതൊക്കെ ഹോമിയോപ്പതിയിലൊന്നും ഉപയോഗമില്ല. അവിടെ റോഡോഡെൻഡ്രോൺ വളരുന്ന കാടുകളിൽ അവിടെ റോഡോഡെൻഡ്രോൺ ഉണ്ട്, പക്ഷേ ഇത്തരം സാധനങ്ങൾ ആര് കണ്ടിരിക്കുന്നു? ഞാൻ പലപ്പോഴും നമ്മുടെ സാമുൽ ഹനിമാനും മോർണിംഗ് കെൻറ്റും അതേപോലെ മാസ്റ്റേഴ്സൊക്കെ കേരളത്തിൽ വന്നിരുന്നെങ്കിൽ ഇവിടെ എത്രത്തോളം പുതിയ ഔഷധങ്ങളുണ്ടാക്കി ഹോമിയോപ്പതിക്ക് മെറ്റീരിയൽ മേടിക്കുക എത്രത്തോളം സമ്പന്നമാക്കിയേനെ. ഇവിടെ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നില്ല നടക്കുന്നുണ്ട്, പക്ഷേ വേണ്ടത്ര രീതി നടക്കുന്നില്ല. ചെയ്യുന്നത് തന്നെ ഹയർ പൊട്ടൻസിയിലൊന്നും അങ്ങനെ പ്രൂവിങ് നടക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ടിഞ്ചറും ലോവർ പൊട്ടൻസീസും വെച്ചിട്ടുള്ള ചില കളികളൊക്കെ മാത്രമേ നടക്കുന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അപ്പം അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാം. വി ഷുഡ് ലുക്ക് ടു ദം ഓഫർ ദാൻ വി ഡു. ഉണ്ടോ? നമ്മൾ ഇവയിലേക്ക് നമ്മൾ സാധാരണ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ തവണ അസിറ്റിക് ആസിഡിലേക്കും കോഫിയിലേക്കും
നാട്രമ്യൂറിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഫോർ ദ സ്റ്റബോൺ ക്രോണിക് കേസസ്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റബോൺ, കടിച്ചാൽ പൊട്ടാത്ത, പലതരത്തിലും നമ്മൾ നോക്കി, കേസ് മാറിയും മറിച്ചുമൊക്കെ എടുത്തു, രക്ഷ കിട്ടുന്നില്ല, ഒരു രക്ഷയും കിട്ടുന്നില്ല. അവസാനം അങ്ങനെയുള്ള കേസുകളിൽ ഇവയിൽ ചിലത് പോയിരിക്കും. അപ്പോൾ ഞാനത് ഓർക്കുകയാണ്. ഞാൻ ഇതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുൻകാലങ്ങളിൽ ക്വാളിഫൈഡ് അല്ലാത്ത ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവർ ഹോമിയോപ്പതി പഠിച്ചിട്ട് ഏതെങ്കിലും ഒരു ക്വാളിഫൈഡ് ഡോക്ടറുടെ ഒരു ലെറ്റർ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ഒരു എഴുത്തുകാരൻ എറണാകുളം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ പ്രവർത്തിച്ചിരുന്നു. ഞാൻ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവും. ഞാൻ വർക്ക് ചെയ്തിരുന്ന പ്രസാധന സ്ഥാപനത്തിൽ അദ്ദേഹം ചില വർക്കുകളൊക്കെ ചെയ്യുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൽ പോയിരുന്നപ്പോഴേക്കും ഒരു രോഗി വന്നു, സംസാരിച്ച് കഴിഞ്ഞ് പോയി. അപ്പോൾ അതിനുശേഷം എന്നോട് പറഞ്ഞു, ഇത് ഒരുപാട് തവണ ആ കേസ് എടുത്ത് നോക്കി, ഒരു തരത്തിലും രക്ഷയില്ല. അപ്പം എനിക്ക് അവരെ കണ്ടപ്പോൾ വെറുതെ എൻ്റെ ചില തോന്നലുകൾ. ഞാൻ പറഞ്ഞു, സാറ് നാട്രമ്യൂർ നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടില്ല. ഇനി വരുമ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട്, അപ്പോൾ എൻ്റെ പ്രേരണയിൽ അദ്ദേഹം കെൻറ്റിൻ്റെ ലെക്ചേഴ്സ് വാങ്ങാൻ തുടങ്ങി. ഒരു കോപ്പി അദ്ദേഹം പടിയാറുടെ ഫാർമസിയിൽ നിന്ന് വാങ്ങി. എന്നിട്ട് അദ്ദേഹം അത് വായിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ നാട്രമ്യൂറൊക്കെ ഒന്ന് ആദ്യം വായിച്ച് ശരിക്കും മനസ്സിലാക്കുക. മുൻവിധിയൊന്നും വേണ്ട, ഒരു അൺപ്രജുഡൈസ്ഡ് ഒബ്സർവറായിട്ട് തന്നെ ആ കേസ് ഒന്നുകൂടി എടുക്കുക, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു കത്തെഴുതി. ഞാൻ അവിടെ ചെന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹം ലക്ഷങ്ങൾ എഴുതി വെച്ച് പറഞ്ഞു, നാട്രമ്യൂർ കേസാണ്. ഞങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്ത് വണ്ണം ഒരു ഡോസ് കൊടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം പിന്നീട് ആ പേഷ്യൻ്റ് കൊടുത്തു. ഒരു 3 മാസം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ കൃത്യമായിട്ടുള്ള റിസൾട്ട് കണ്ടു. ആ സ്റ്റബേൺ കേസിൻ്റെ കെട്ടുപാടുകൾ ഇളകി, രോഗശാന്തിയിലേക്ക് കടന്നു. പിന്നീട് മറ്റു പല ഔഷധങ്ങളൊക്കെ സാന്ദർഭികമായിട്ട് കൊടുക്കേണ്ടി വന്നെങ്കിൽ പോലും ആ രോഗി സുഖപ്പെട്ടു. അപ്പോൾ അതാണ് സ്റ്റബേൺ കേസിലൊക്കെ ഇത്തരം ഔഷധങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ പ്രാക്ടീസിലും ഇതൊക്കെ നിങ്ങൾക്കൊരു വഴികാട്ടിയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആക്റ്റിയ റെസിമോസ എന്നുള്ള അധ്യായം നമുക്ക് പരിഗണിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.